നടക്കുമ്പോഴും അള്ളാഹുവിന്റെ ദീനിന്റെ പ്രകാശം എല്ലാ ഇടങ്ങളിലും എത്തിക്കാൻ എന്തൊക്കെ ത്യാഗങ്ങൾ സഹിക്കണം അത് സഹിക്കുക. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ ഇന്ത്യയിൽ മാത്രം പ്രവർത്തിച്ചാൽ പോരാ. ലോകത്ത് ഒരുപാട് മുസ്ലിങ്ങൾ ഇതുപോലെ കഷ്ടപ്പെടുന്നവരുണ്ട്, ദീൻ പഠിക്കാൻ അവസരമില്ലാത്തവരുണ്ട്. ഹാദിയ 40 വർഷം ധാർമ്മികത പൂർത്തിയാക്കുമ്പോൾ ഹാദിയ എന്ന സംഘടന 25 കൊല്ലം പൂർത്തിയാക്കുകയാണ്. ദുബായിൽ വെച്ചിട്ട് തടിച്ചുകൂടിയ ജനങ്ങളെ സാക്ഷിയാക്കി ഞങ്ങൾ അവർക്കൊരു വാക്ക് കൊടുത്തിട്ടുണ്ട്. ലോകത്തൊരിടത്തും ഒരു മനുഷ്യനും ഒരു കുഞ്ഞും ഒരു മുതിർന്നവരും പഠിക്കാൻ സൗകര്യമില്ലാത്തതിന്റെ പേരിൽ പഠിക്കാതിരിക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തേണ്ട ഉത്തരവാദിത്തം ഹാദിയ ഏറ്റെടുക്കുകയാണ്. ആസാമിലും ബംഗാളിലും മാത്രമല്ല, ആഫ്രിക്കയിലെ നൈജീരിയയിൽ, അതുപോലെ ലണ്ടനിൽ നോർവിച്ചിൽ ദാറുൽ മക്കൾ ഉദവികൾ മദ്രസകൾ തുടങ്ങുകയാണ്. ആ തുടങ്ങുന്ന മദ്രസകൾ പലർക്കും ഇംഗ്ലീഷ് മീഡിയത്തിലാണ്, കാരണം അവർക്ക് മലയാളം അറിയില്ല. അപ്പൊ ഹാദിയയുടെ അൽ ഹിദായ എന്ന ക്രിസ്ത്യൻ സെന്ററിൽ ഞങ്ങൾ ഒരു മദ്രസ തുടങ്ങി. മലയാളികൾക്ക് യഥേഷ്ടം മദ്രസ ഉണ്ട് അവിടെ. പക്ഷേ ഈ ഫിലിപ്പീൻസിൽ നിന്ന് വരുന്ന, ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്ന് വരുന്ന, യൂറോപ്പിൽ നിന്നും അമേരിക്കയിൽ നിന്നും വരുന്ന, ഉസ്ബെക്കിസ്ഥാനിൽ നിന്ന് വരുന്ന, റഷ്യയിൽ നിന്ന് വരുന്ന കുഞ്ഞുങ്ങൾക്ക് മതം പഠിക്കാൻ സൗകര്യമില്ല. ഞങ്ങളൊരു മദ്രസ തുറന്നു. ഇംഗ്ലീഷ് മീഡിയത്തിലാണ് ആ മദ്രസ. 21 രാജ്യങ്ങളിലെ 502 വിദ്യാർത്ഥികൾ അവിടെ വരുന്നു. മലയാളികൾ ഒരു കുട്ടി പോലും ഇല്ല. അവരവിടെ വന്ന് ഇസ്ലാമിന്റെ മനോഹരമായ സിലബസ് പഠിച്ചുകൊണ്ട് അവർ പുറത്തു പോവുകയാണ്. അബുദാബിയിലെ 160 കുട്ടികളുണ്ട്. ഇങ്ങനെ ഇൻഷാ അല്ലാഹ്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നോർവീച്ചിലെ കൊടുവള്ളിക്കാരനായ ഡോക്ടർ റാഷിദ് ഹുദവി, അൽഹംദുലില്ലാഹ്, അദ്ദേഹത്തിന്റെ ശ്രമഫലമായി ഒരുപാട് കാലം ഈ രാജ്യത്ത് അടക്കി ഭരിച്ച ബ്രിട്ടനിൽ ദാറുൽ ഹുദയിലെ ഉദവികൾ പോയി മദ്രസ തുടങ്ങുകയാണ്. ഞാനിതൊക്കെ പറയുന്നത് ദാറുൽ ഹുദ ഒരു വലിയ പ്രസ്ഥാനമായി, ഒരു മൂവ്മെന്റായി സമൂഹത്തിന് കൊടുത്ത വാക്ക് പാലിക്കാൻ മഹാനായ മുസ്ലിയാർ ഞങ്ങളെ ഏൽപ്പിച്ച ദൗത്യം ഏറ്റെടുക്കാൻ പാപ്പുട്ടി ഹാജി അകലേക്ക് വിരൽ ചൂണ്ടി അമേരിക്കയിലെ കുട്ടികളെ എന്റെ ഈ ദാറുൽ ഹുദയിലെ കുട്ടികൾ പഠിപ്പിക്കുമെന്ന് പറഞ്ഞത് അനർത്ഥമാക്കാൻ നമ്മൾ ശ്രമിക്കുകയാണ്. അൽഹംദുലില്ലാഹ്, അല്ലാഹു നമ്മുടെ കൂടെ ഉണ്ടാകും. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഐക്യത്തോടെ ഛിദ്രതകളില്ലാതെ സമൂഹത്തിലെ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി നമ്മുടെ സമയവും ഊർജ്ജവും ചെലവഴിച്ച് നമ്മുടെ മുമ്പിലെ വലിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത് മുന്നോട്ട് പോകേണ്ടവരാണ് നിങ്ങൾ. ലൈബ്രറികളിൽ നിന്ന് നിങ്ങൾ എഴുന്നേറ്റ് വരരുത്. പുസ്തകങ്ങളെ നിങ്ങൾ കയ്യിൽ പിടിക്കണം, പേര് നിങ്ങൾ കയ്യിൽ പിടിക്കണം. അങ്ങനെ വായിച്ചും എഴുതിയും എന്റെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ നിങ്ങൾ അഭ്യസിക്കുക. നിങ്ങൾക്ക് കിട്ടാവുന്ന അത്ര പരമാവധി അറിവ് നിങ്ങളുടെ അധ്യാപകരിൽ നിങ്ങൾ നേടിയെടുക്കുക. എന്നതിന് ശേഷം ഇൻഷാ അല്ലാഹ് ഈ നിങ്ങളുടെ പഠനം പൂർത്തിയാക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നൈജീരിയയിലും ദക്ഷിണാഫ്രിക്കയിലും പോയി ഇസ്ലാമിക പ്രബോധനത്തിന് നേതൃത്വം കൊടുക്കേണ്ടവരാണ് നിങ്ങൾ.